ഈ ഒരു മഴക്കാലത്ത് ആലപ്പുഴ ജില്ലയിലെ കുമരങ്കരി എന്ന കൊച്ചു ഗ്രാമത്തിലേക്കുള്ള യാത്രയാണ്. മഴക്കാഴ്ചകളെ കണ്ട് നമുക്കൊരുമിച്ച് കുമരങ്കരി ഗ്രാമത്തിലേക്ക് യാത്ര ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നല്ല മഴയാട്ടോ. നമ്മളിന്ന് പോകുന്നത് ആലപ്പുഴയ്ക്കും കോട്ടയം ജില്ലയുടെ ഒരു ബോർഡറായിട്ടുള്ള കുമരങ്കരി എന്നൊരു കൊച്ചു ഗ്രാമമുണ്ട്. അപ്പം കുമരങ്കരി എന്ന ഗ്രാമത്തിൻ്റെ കാഴ്ച നിങ്ങളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ പോണ വഴിക്ക് അത്യാവശ്യം നല്ല മഴയായതുകൊണ്ട് തന്നെ മീനച്ചിലാറ്റിൽ വെള്ളമുണ്ട്. അങ്ങനെ പോണ വഴിക്ക് ഫുള്ള് വെള്ളപ്പൊക്കമൊക്കെയാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനത്തെയുള്ള കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടാണ് ഈ ഒരു കുമരങ്കരി എന്ന ഗ്രാമത്തിലേക്ക് യാത്ര ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ കുമരങ്കരിക്ക് പോകാം. ബാക്കിയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് പോകുന്ന വഴിക്ക് കണ്ടു പോകാം. ഞാൻ പോയ സമയത്ത് നല്ല മഴയായിരുന്നു. അങ്ങനെ നമ്മളെ കോട്ടയം ജില്ലയിലെ പാലായിലെത്തി കേട്ടോ. മഴ പെയ്താൽ പിന്നെ പറയണ്ടല്ലോ, മീനച്ചിലാറ്റിൽ ഉറപ്പായിട്ടും വെള്ളം പൊങ്ങും. തലേദിവസം മേലുകാവ് ഭാഗത്തൊക്കെ ഭയങ്കരമായിട്ട് ഉരുൾപൊട്ടിക്കൊണ്ട് മീനച്ചിലാറ്റിൽ വെള്ളം ഭയങ്കര കൂടുതലായിരുന്നു. അത് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ദിവസം 29-ാം തീയതിയാണ്, ബുധനാഴ്ച. ആ മഴയുടെ ഒരു പ്രതിഫലനമാണ് ഇപ്പോൾ നമുക്ക് മീനച്ചിലാറ്റിൽ കാണാൻ പറ്റുന്നത് കേട്ടോ. എന്തായാലും വെള്ളപ്പൊക്കം ഇപ്പം കേരളക്കാർക്കൊരു പുതുമയല്ല. എങ്കിലും ചില മഴകൾ, ഈ മെയ് മാസത്തിൽ പെയ്യുന്ന മഴകൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത മഴയാണല്ലോ. ആ പ്രതീക്ഷിക്കാത്ത മഴയിൽ നാടിൻ്റെ പല ഭാഗങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഓരോ കാഴ്ചകൾ കണ്ട് കുമരങ്കരിയിലേക്ക് യാത്ര ചെയ്യാം. അങ്ങനെ നമ്മൾ എത്തിയത് പുതുപ്പള്ളിയിലാണ്. പുതുപ്പള്ളിയിൽ നിന്ന് പേര് പറയുമ്പോൾ തന്നെ മനസ്സിലേക്ക് ഓടി വരുന്നത് ഉമ്മൻചാണ്ടി സാറിനെയാണ്. എനിക്കൊണ്ട് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഒരു സ്നേഹത്തോടെ അല്ലെങ്കിൽ വളരെ ആദരവോടെ തന്നെ നോക്കിക്കണ്ട ഒരു വ്യക്തിയായിരുന്നു ഉമ്മൻചാണ്ടി സാറ്. നമ്മൾ പല വീഡിയോയിലും കണ്ടിട്ടുള്ളതാണ്. അപ്പം ഈ വഴി പോകുമ്പോൾ ഉമ്മൻചാണ്ടി സാറിനെ ഓർക്കാത്തതായി ഒരു കേരളീയനും ഉണ്ടാവില്ലെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അത്രയും അദ്ദേഹം ജനമനസ്സുകളിൽ ഇടം നേടിയിട്ടുണ്ട്. എന്തായാലും ഇനിയും അതുപോലെ ഒരു നേതാവ് കേരളത്തിൽ ഉദിച്ചു വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, ജനമനസ്സുകൾ കീഴടക്കാൻ വേണ്ടി. ഈ പുതുപ്പള്ളിയുടെ ചുറ്റും കിടക്കുന്ന പാടമുണ്ടല്ലോ, അത് മഴ പെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ വെള്ളം കയറുന്ന ഒരു പാടമാണ്. അതിന് മുമ്പേ കിടപ്പണ തോട് കണ്ടോ, ആ തോട് എപ്പോഴും ഇങ്ങനെ നിറഞ്ഞൊഴുകും ചെറിയൊരു മഴ പെയ്താലും. ഉമ്മൻചാണ്ടി സാറിൻ്റെ മണ്ഡലം ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ റോഡുകളെല്ലാം വളരെ മികച്ച രീതിയിലാണ് പണി കഴിപ്പിച്ചേക്കുന്നത്. പെട്ടെന്നൊരു വെള്ളപ്പൊക്കമൊന്നും വന്നാൽ ഈ റോഡിലോട്ട് വെള്ളം കയറില്ല. അത്യാവശ്യം നല്ല ഉയരത്തിലാണ് റോഡുള്ളത്. ഇവിടെ ഇങ്ങനെ പാടം ഈ ഒരു സമയത്താണെങ്കിൽ ഫുള്ളിങ്ങനെ വെള്ളം കയറി കിടക്കുന്ന സമയമായിട്ടത് കണ്ടോ. മൊത്തം വെള്ളം, എവിടെ നോക്കിയാലും വെള്ളം. പക്ഷേ ഈ റോഡുണ്ടല്ലോ ഇങ്ങനെ പൊക്കി പണിതേക്കുന്നതുകൊണ്ട് ഇങ്ങനെ റോഡിലോട്ട് വെള്ളം കയറില്ല കേട്ടോ. മണ്ണിട്ട് പൊക്കിയല്ലേ ഈ റോഡെല്ലാം ഉണ്ടാക്കിയേക്കണേ, അതുകൊണ്ട് കുഴപ്പമില്ല. പുതുപ്പള്ളിയിൽ നിന്ന് ചങ്ങനാശ്ശേരിക്ക് പോകാനൊരു എളുപ്പ വഴി ഉണ്ടായിരുന്നു. പക്ഷേ ആ വഴി വന്നപ്പോൾ പാടത്ത് വെള്ളം കയറിയതുകൊണ്ട് ആ റോഡ് ക്ലോസ് ചെയ്ത് വെച്ചു കേട്ടോ. ഇനി നമുക്ക് തെങ്ങണ കൂടി വേണം ചങ്ങനാശ്ശേരിക്ക് പോകാൻ. ഇതപ്പോൾ ഞാൻ ഈ സിഗ്നലിൽ വണ്ടി കൊണ്ടിട്ടൊക്കെ വരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ കണ്ടോ ശക്കല സ്ഥലമാണ്, അവിടെ ഒരാൾ കുത്തി കയറ്റിയിട്ടാണ് റോഡ് കയറ്റി. ഇതാണ് ഇവിടുത്തെ കുഴപ്പം. ആൾക്കാർ തോന്നുന്ന രീതിയിലാണ് വണ്ടി കൊണ്ട് പാർക്ക് ചെയ്യുന്ന സിഗ്നലിലൊക്കെ. നമുക്ക് ഇവിടെ നിന്നാലും മാത്രമേ ഈ സിഗ്നൽ കാണത്തുള്ളൂ. അവിടെ കയറുന്ന പുള്ളിക്ക് സിഗ്നൽ കാണണമെന്ന് അറിയത്തില്ല കേട്ടോ. ഓപ്പൺ അവിടെ. അപ്പോൾ ഞാനവിടെ എത്തിയില്ല കേട്ടോ. നമ്മുടെ ഇവിടുന്ന് ഏകദേശം ഒരു 2 കിലോമീറ്ററാണ് പോയാൽ നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലെത്തും കേട്ടോ. ഫുള്ള് വെള്ളം കയറി കിടക്കുവാണ് ഇവിടെ. ഇങ്ങനെ ചാറ്റൽ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുക. ഇവിടെ മാത്രമേ വണ്ടി ഒന്നും പാർക്ക് ചെയ്യാൻ സ്ഥലമുള്ളൂ. നമ്മൾ ഇങ്ങോട്ടൊക്കെ ഇറക്കി പാർക്ക് ചെയ്യാൻ ചിലപ്പോൾ വണ്ടി ചെളി തന്നു പോയാൽ പിന്നെ പണി കിട്ടും കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെയാണ്, ഫുള്ള് വെള്ളം കണ്ടോ. ചാറ്റൽ മഴ ഇങ്ങനെ പെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഇനി ഈ പാടത്തൊക്കെ എല്ലാം വെള്ളം ഇങ്ങനെ മൊത്തം കയറി കിടക്കുമല്ലേ. ഇതിനി 3-4 മാസം ഇങ്ങനെ ആയിരിക്കും കേട്ടോ. എന്തായാലും ഇതാണ് ഇപ്പോൾ ഇങ്ങോട്ടുള്ള അവസ്ഥ. 2 ജില്ലകളിലെ അതിർത്തികളാണ്. നമുക്കിനി അങ്ങോട്ട് പോകാം, വീട്ടിലോട്ട് പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ. അവിടെ ഒരു തോടും കാര്യങ്ങളൊക്കെ ഉണ്ട് തൊറ്റ ഫ്രണ്ടിൽ കിടക്കുന്നത്. ഇങ്ങോട്ടൊക്കെ വെള്ളം പൊങ്ങണമെങ്കിലല്ലോ കുറേ സമയം എടുക്കും കേട്ടോ. കുറേ സമയം എടുത്ത് മാത്രമേ ഇങ്ങോട്ട് വെള്ളം വരുള്ളൂ. നമ്മുടെ പമ്പേറ്റിലൊക്കെ വെള്ളം പൊങ്ങിയാൽ മാത്രമേ ഉള്ളൂ ഇങ്ങോട്ട് പെട്ടെന്ന് വെള്ളം വരുള്ളൂ കേട്ടോ. കാരണം ഇതിപ്പം നിരപ്പായ സ്ഥലമല്ലേ, ഒത്തിരി അടി പൊങ്ങിയാൽ മാത്രമേ ഉള്ളൂ വെള്ളം ഇങ്ങനെ റോഡിലോട്ട് കയറുള്ളൂ. ഇവിടെ എല്ലാം റോഡുകൾ ഇങ്ങനെ പൊക്കിപ്പെടുന്നതിന് പിന്നെ അത്ര കുഴപ്പമില്ല. എന്തായാലും മഴക്കാലത്ത് ഇങ്ങോട്ടൊക്കെ യാത്ര ചെയ്താൽ നല്ല രസമായിരിക്കും കേട്ടോ. നോക്കത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന പാടങ്ങളിൽ ഇപ്പോൾ വെള്ളം മാത്രമേ ഉള്ളൂ. എവിടെ നോക്കിയാലും വെള്ളം മാത്രം. ഒരു ഹരിത ചാരുതീരം പുഴയോരം കളമേളം. ഇങ്ങനെ കൊച്ചു കൊച്ചു പാലങ്ങളുണ്ട് എല്ലായിടത്തും. ഈ റൈറ്റാണ് നമുക്ക് പോകേണ്ടത്.
അയ്യോ ഒരു സൈഡ് മൊത്തം. ഒരു വണ്ടി കഷ്ടി പോവാം. കോൺക്രീറ്റ് ഇടുന്നുണ്ട് റോഡ്. ഇവിടെയുള്ള വീടുകളെല്ലാം തന്നെ ഇങ്ങനത്തെ ഉള്ള സ്ഥലത്തായിരിക്കും. നമ്മുടെ ഇവിടുത്തെ പോലെ എല്ലാം ഇങ്ങനെ വെള്ളം പൊങ്ങിയാൽ കയറാവുന്ന സ്ഥലങ്ങളാണ് മൊത്തം. വീടിൻ്റെ സൈഡിൽ കിടന്നു പോകുന്നത് ഇങ്ങനെ കണ്ടോ. ഇതോടെ ഈ മതിലാണ് വീട്, അലക്സാറിൻ്റെ വീട്. ഇവിടെ ഫുള്ള് മഴയാട്ടോ. അലക്സാർ ഇവിടെ മഴയെ കൊണ്ടിരിക്കുക. അതേണ്ട ഞാൻ തിരിച്ചു പോകുമ്പോൾ മിക്കവാറും മീനച്ചിലാൻ്റെ വെള്ളം പോകുന്നതായിരിക്കും അവിടെ കണ്ടിട്ട്. ഒരു രക്ഷയില്ലാണ്ട് ഇവിടെ നിന്ന് പുറത്തിറങ്ങി വീഡിയോ എടുക്കാൻ പറ്റില്ല, അതുപോലെ മഴയാട്ടോ. എന്താ മാതിരി മഴ. വെളിയനാട് ഗ്രാമപഞ്ചായത്തിൻ്റെ 4-ാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന ആലപ്പുഴ ജില്ലയിലുള്ള ഒരു ഗ്രാമമാണ് കുമരംകരി അല്ലെങ്കിൽ കുമരംകരി. ഈ കുമരംകരിയെക്കുറിച്ച് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് ആമേൻ എന്ന മൂവിയിലെ ഒരു ഗ്രാമത്തിൻ്റെ പേര് കുമരംകരി എന്നാണ്. പക്ഷേ അത് ഈ ഒരു ഗ്രാമമാണെന്ന് എനിക്കറിയില്ല. അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ കുട്ടനാട് പോലെ തന്നെ സമുദ്രനിരപ്പിനോട് താഴ്ന്നു കിടക്കുന്ന ഒരു പ്രദേശമാണ്. ഇവിടെ എപ്പോഴും ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു പ്രദേശം തന്നെയാണ്. പ്രധാനമായും ഇവിടുത്തെ കൃഷി നെൽകൃഷിയാണ്. അപ്പം ഈ പാടങ്ങളൊക്കെ ഇങ്ങനെ വിളഞ്ഞു നിൽക്കുന്ന കാണാനൊക്കെ നല്ല ഭംഗിയാണ് ആ ഒരു സമയത്ത് വന്നാൽ കേട്ടോ. എൻ്റെ കയ്യിൽ സത്യം പറഞ്ഞാൽ ആ ഒരു സമയത്ത് വിഷ്വൽസ് ഉണ്ടായിരുന്നു. എൻ്റെ ഒരു ഹാർഡ് ഡിസ്ക് അത് കേടായി പോയതുകൊണ്ട് ആ വിഷ്വൽസ് മൊത്തം പോയി. അതുകൊണ്ടാണ് നിങ്ങളെ കാണിക്കാൻ പറ്റാതെ. പക്ഷേ നമ്മൾ ഈ മുന്നിൽ കാണുന്ന തോട് കണ്ടോ, ആ തോട്ടിക്കടെ നമുക്ക് പണ്ട് കാലത്ത് ബോട്ടൊക്കെ പോയിക്കൊണ്ടിരുന്നുണ്ട്. ഇപ്പോൾ ബോട്ടില്ല. അങ്ങനെ ചെറിയ ചെറിയ തോടുകളും കുഞ്ഞു തോടുകളുമായിട്ട് ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുന്ന സ്ഥലമാണ് കുമരംകരി. ശരിക്കും പറഞ്ഞാൽ അലക്സേട്ടൻ ഇവിടെ ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഈ കുമരംകരി ഇത്ര ഭംഗിയായിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അലക്സേട്ടൻ പറഞ്ഞു തന്നെ. നമ്മുടെ മുന്നിൽ കാണുന്ന ഓരോരോ ചെറിയ ചെറിയ തുരുത്തുകൾ കണ്ടോ, അവിടെയൊക്കെ ആളുകൾ താമസിക്കുന്നതാണ്. ഈ ഒരു വെള്ളം കയറി കിടക്കുന്ന സമയത്ത് അവർ അങ്ങോട്ട് പോകാൻ യാത്രാമാർഗ്ഗം വള്ളം മാത്രമേ ഉള്ളൂ. അപ്പോൾ വള്ളം തുഴഞ്ഞാണ് അവരുടെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, വേറെ വഴിയില്ല. അപ്പം വെള്ളമില്ലാത്ത സമയത്ത് അവർക്ക് സാധാരണ രീതിയിൽ നമുക്ക് പോകാൻ പറ്റും. ഇപ്പോഴും സ്വന്തം വീട്ടിലോട്ട് വഴിയില്ലാതെ കിടക്കുന്ന ഒരുപാട് ആളുകൾ കുട്ടനാട്ടിൽ അല്ലെങ്കിൽ പല പ്രദേശങ്ങളുമായിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. നോക്കത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന പാടങ്ങൾക്ക് നടുവിലുള്ള പള്ളി തന്നെയാണ് കുമരംകരി ഗ്രാമത്തെ മറ്റ് ഗ്രാമങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ഭയങ്കര ഭംഗിയാണ് അവിടെ നിന്ന് ആ പള്ളി കാണാനൊക്കെ. ഇവിടെയുള്ള ആൾക്കാർക്ക് ഇഷ്ടംപോലെ മീനെ പിടിച്ച് തോട്ടിൽ നിന്ന് കഴിക്കാനുള്ള ഒരു സെറ്റപ്പാണ്. അത് നമുക്ക് എപ്പോഴും കഴിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഇഷ്ടംപോലെ മുഴിയും വരാളൊക്കെ കിട്ടും. നമ്മളതിനു വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണമെന്നുള്ളൂ. ഒരു 5 മിനിറ്റ് മഴ തുറന്നപ്പോൾ ഉള്ള അവസ്ഥ കേട്ടോ. ഞാൻ വന്നപ്പോൾ നല്ല മഴയായിരുന്നു. ഞാൻ ഓർത്ത് നിങ്ങൾക്ക് വീഡിയോ ഈ സ്ഥലമൊന്നും കാണിക്കാൻ പറ്റില്ലായിരുന്നു. അതുപോലെ മഴയാണ്. നമ്മൾ പെട്ടെന്ന് ഡ്രോണൊന്ന് കറക്കി പറപ്പിച്ചാൽ അതെ വീണ്ടും മഴ വരുന്നുണ്ട് കേട്ടോ. ഇവിടെ ഫുള്ള് കുളവാഴ അല്ലെങ്കിൽ ഇതിൻ്റെ പേര് കാക്കപ്പോള, ഒരു തരം ചെടിയാട്ടോ. ഇങ്ങനെ തോട്ടിലും കായലിലൊക്കെ ഉണ്ടാകുന്നത് കണ്ടോ. ഇത് പണ്ട് കാലത്ത് എവിടുന്നോ ആരാണ്ട് കൊണ്ടിട്ടതൊക്കെ ഇവിടെ പറഞ്ഞു കേട്ടോ, വർഷങ്ങൾക്ക് മുന്നേ. ഇവിടെ മൊത്തമായി ഇപ്പം ശരിക്കും നമുക്കിങ്ങനെ ഉണ്ടോ നടന്ന് പോകാൻ പറ്റും ഇതിൻ്റെ മേലേക്ക്. അതുപോലെ തിക്കാടോ, പക്ഷെ നടന്നും പോകാൻ പറ്റില്ല. ചുമ്മാ പറഞ്ഞാൽ വെള്ളത്തിൽ താന്നു പോകും. ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല മേളിൽ നിന്ന് നല്ല കലക്കവെള്ളം, അതായത് നല്ല ഒഴുക്ക് വെള്ളം വരുമ്പം ഇതങ്ങ് ഒഴുകി പോവും മൊത്തമായിട്ട്. ഇപ്പം ഇതിൻ്റെ മേളിൽ ഇങ്ങനെ വെള്ളമൊക്കെ ഓടിച്ചാൽ ആൾക്കാർ പോകട്ടോ. ഇത് നമ്മുടെ പാടങ്ങൾ മൊത്തം വെള്ളം കയറി കിടക്കാണ്ടോ. നമുക്ക് അങ്ങോട്ട് നടക്കാൻ പറ്റില്ല. അവിടെ ചെറിയൊരു പാലം ഉണ്ടായിരുന്നു, അത് പോയി. ഇങ്ങനെ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കൂടി ഞാൻ കാണിച്ചു കേട്ടോ. കണ്ടോ ഉണ്ടോ? ഓ ചെറിയൊരു പരൾ മാത്രമുണ്ട്. ഇതിൻ്റെ അകത്തോടെ ഇങ്ങനെ കയറിയാൽ പിന്നെ മീൻ ഇറങ്ങി വരാൻ പറ്റില്ല അല്ലേ? ആ ഇതെന്നാണ് ചേട്ടാ? ചില്ലാനാ കൂരി ആ മീനാട്ടോ. കണ്ടോ ഓക്കെ. അതിൻ്റെ മറ്റേതന്നെ പള്ളത്തി.
ആ അപ്പോൾ ഇതാണ് ഇങ്ങനെ സാധനം പൊക്കിയിടും. അതിൻ്റെ അകത്തൊരു വരാലുണ്ടായിരുന്നു, പക്ഷെ അത് ചത്തുപോയിട്ടോ. അത് ഏറ് കിട്ടാതെ എന്തോ ചത്തുപോയതാ. ഇതാണ് കണ്ടോ, ഇതുപോലെ അടിച്ച് മീനെ കിട്ടിയാൽ ഒരു 3-4 കിലോ കിട്ടും അല്ലേ അൽസറ? കണ്ട ഇപ്പോഴത്തെ ഈ ആലപ്പുഴ അല്ലെങ്കിൽ കുട്ടനാടുകാർക്ക് ഏറ്റവും ദോഷം വരുന്നത് കണ്ടോ, ചെമ്മഞ്ചലി എന്ന് പറഞ്ഞ ഒരു തരം. നമ്മുടെ അവിടെ എല്ലാം ഉണ്ട് കേട്ടോ. ഈ തെങ്ങയിലൊക്കെ മൊത്തം കയറി തിന്നേക്കുന്നത് ഫുള്ള്. ഭയങ്കര ശല്യമാണെന്ന് പറഞ്ഞു ഇവിടെ ഫുള്ള്. കണ്ടോ, ഇതൊക്കെ ചെമ്മഞ്ചലി കയറുക. എന്തായാലും കുറേ വിഷമൊക്കെ അടിച്ചിട്ട് ഇതിനെ തുരുത്താനുള്ള മാർഗ്ഗങ്ങളൊക്കെ പലതുമുണ്ട്. പക്ഷേ എന്നാലും ഭയങ്കര ഒരു രക്ഷയില്ല. ഒത്തിരി ഉണ്ടെന്ന് ഇവിടെ തെങ്ങുകളെല്ലാം തന്നെ പോയി. അതുകൊണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ കുമരംഗിരി എന്ന കൊച്ചു ഗ്രാമത്തിന് വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ പേജ് നിങ്ങൾ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ വേണ്ടി മാത്രം മറക്കരുതേ. അതുപോലെ തന്നെ യൂട്യൂബിലാണ് വീഡിയോ കാണുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.